ഇത് ഞങ്ങളുടെ അമ്പലമാണ്. എനിക്ക് കൂടുതലൊന്നും അമ്പലത്തിനെ കുറിച്ചൊക്കെ കാട്ടാൻ പറ്റില്ല. അയ്യപ്പൻ്റെ ഒരു അമ്പലമാണ്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വിളക്കുണ്ട്. ആ വിളക്കിൽ നമ്മൾ എന്ത് കത്തിച്ചേക്കുക. അപ്പോൾ ആഗ്രഹം നടക്കുക. പിന്നെ രാവിലെ മുതൽ കത്തിക്കാറുണ്ട്. പിന്നെ നല്ല പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. സന്ധ്യയ്ക്ക് ഒന്നും വെക്കാറുള്ളതാണ്. സമയത്ത് ഞങ്ങൾ വീട്ടിൽ പോകാറുണ്ട്. ഇത് ചകിരികളാണ്. ഇവിടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അത് കത്തിച്ചിട്ട് അവരുണ്ടാക്കും ഓരോ സാധനങ്ങളും. അതിനാണ് അത് അവിടെ. പിന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ച് കാട്ടിത്തരാം. ആഹാരം ഒഴിവാക്കുക, വ്യായാമം ശീലമാക്കുക. വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മീഡിയം ബോർഡ് എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരു ഹെഡിലൊക്കെ കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നൊരു സാധനമാണ്. ആടില എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ണയുടെ ഇഷ്ടപ്പെട്ടൊരു വസ്തുവാണ്. ഇഷ്ടപ്പെട്ട കുറേ വസ്തുക്കളുണ്ട്. അതാണ്. അപ്പോൾ ഇത് ആ തുമ്പ് കണ്ടോ, ആ തുമ്പ് കീറാതെ ഒന്ന് കീറാതെ പോലും നമ്മൾ കീറി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിക്കണ്ണ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അന്ധവിശ്വാസമൊന്നും പറയാൻ പറ്റില്ല, ആർക്കും അത് കീറാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് ഒരിക്കലും അത് പട്ടിയോട് കീറിയാൽ ചിലപ്പോൾ കീറാൻ പറ്റും, ഉണ്ണിക്കണ്ണനെ കാണാൻ പറ്റും. പിന്നെ ഇത് എന്തെങ്കിലും ആഗ്രഹം എഴുതുക, കൃഷ്ണൻ്റെ നാമങ്ങൾ എഴുതിയിട്ട് ഇതൊരു ബുക്കിൽ ഇട്ടേക്കുക. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ സബലാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് എന്തോ ചീത്തതായതുകൊണ്ടാണ് നടത്താത്തതെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഒരിക്കലും നേരത്തെ തള്ളി പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സൂക്ഷിച്ചിട്ട് മണമുണ്ടാവും, മുല്ലപ്പൊക്കെ എന്തൊക്കെ മണമുണ്ടാവും. അപ്പോൾ ഒരു നല്ല രസമുള്ള സാധനമാണ്. എല്ലാ അലിമയുടെ അതിങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള. പിന്നെ അവിടെ കുറേ സാധനങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി ഇട്ടിട്ട് അത് ഇടാൻ പറ്റാത്തപ്പം അവർ അതവിടെ തൂക്കിയിട്ടിട്ടുണ്ട് സമർപ്പിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ.